ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഇന്നുണ്ടായ വാഹനാപകടത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റു. സൈനികർ സഞ്ചരിച്ച വാഹനത്തിനുമേൽ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ നീതി ആയോഗ് ആസ്ഥാനത്ത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചന നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 2025-26 വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി ഫെബ്രുവരി 1 ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ട് സ്ഥാപിച്ച മിൽമ മലപ്പുറം ഡയറിയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ക്ഷീരമേഖലയുടെ ഉൽപാദനക്ഷമത ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷീര ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനായുള്ള ഊർജിത ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മട്ടന്നൂരിൽ മറ്റന്നാൾ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. നിർമ്മാണാനുമതി ലഭിച്ച 189 സ്മാർട്ട് അംഗനവാടികളിൽ 117 എണ്ണമാണ് യാഥാർത്ഥ്യമായത്. NCC സംസ്ഥാന ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയെപ്പറ്റി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. തൃക്കാക്കര KMM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ ഇന്നലെയാണ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തത്. ഉപഭോക്തൃ പരാതി പരിഹാര സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ദേശീയ ഉപഭോക്തൃ ദിനാചരണ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ സേവന തർക്ക പരിഹാര സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി തർക്ക പരിഹാര സേവനങ്ങൾ ഘട്ടം ഘട്ടമായി ഓൺലൈനാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 4 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട്ടെ ആനക്കട്ടി, ഷോളയൂർ, വയനാട്ടിലെ വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് പുതുതായി അംഗീകാരം നേടിയത്. കാസർഗോഡ് നർക്കിലനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് വീണ്ടും അംഗീകാരം ലഭിച്ചത്. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാളെ പമ്പയിലെത്തും. മറ്റന്നാൾ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. അതിനിടെ ശബരിമല നട ഇന്ന് അടയ്ക്കുമെന്ന വ്യാജ പ്രചാരണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൈബർ പോലീസിന് പരാതി നൽകി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി നടക്കുന്ന പ്രത്യേക പാതിരാ കുർബാനയോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുക. ആഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് നാളെ തുടക്കമാകും. ക്രിസ്മസ് പ്രമാണിച്ച് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനറ്റോറിയം, ചാലക്കുടി റീജിയണൽ സയൻസ് സെന്റർ എന്നിവ നാളെ തുറക്കില്ല. മറ്റന്നാൾ മുതൽ ഈ മാസം 29 വരെ വൈകിട്ട് 7 മുതൽ 8 വരെ വാനനിരീക്ഷണത്തിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരുവ് നായയുടെ കടിയേറ്റ് വയോധിക മരിച്ചു. ആലപ്പുഴ തകഴി അരിയൻചിറയിൽ കാർത്തിയായനിയാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പനയിലെ വ്യാപാരി സാബു മുളങ്കാശ്ശേരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. ഈ 3 ജീവനക്കാരെയും ഇന്ന് രാവിലെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇടുക്കി കല്ലാർക്കുടി അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ ഡാമിന്റെ സൂയിസ് വാൽവ് തുറക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. പെരിയാർ, മുതിരപ്പുഴയാർ പുഴകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിലെ അവസാന റൌണ്ടിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള മത്സരം സമനിലയിൽ. ഇരു ടീമുകളും നിശ്ചിത സമയത്ത് ഓരോ ഗോളുകൾ വീതമാണ് നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ വെള്ളിയാഴ്ച കേരളം കാശ്മീരിനെ നേരിടും. ഇന്ത്യക്കെതിരെ വഡോദരയിൽ നടക്കുന്ന 2ാം വനിതാ ഏകദിന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് 359 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 5 വിക്കറ്റിന് 358 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി ഹർലിൻ ഡിയോൾ സെഞ്ചുറി നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 40 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.